ഞാനൊന്ന് സന്ദീപ് വാര്യർ, കോൺഗ്രസ് നേതാവ് എന്നോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. സന്ദീപ്, ഈ പരാതിയെക്കുറിച്ച് ഇന്നിപ്പോൾ കൃഷ്ണകുമാർ പറയുന്നത് ഇത് കോടതിക്ക് മുൻപിൽ പോലും എത്തിയിട്ടില്ല, പോലീസിന് മുൻപാകെ ഈ പരാതി വരുന്നു, പോലീസ് പരിശോധിച്ച് വസ്തുതയില്ലാത്തതാണെന്ന് കണ്ടെത്തി ഒഴിവാക്കിയതാണ് എന്നാണ് അദ്ദേഹം ഇന്ന് വാദിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ താങ്കളെയും ചൂണ്ടുന്ന പലതരത്തിലുള്ള വിമർശനം അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. വർഷാവർഷം ഈ പരാതി വീണ്ടും റീഫ്ലോട്ട് ചെയ്യിക്കുന്നതിന് പിന്നിൽ താങ്കളുടെ താല്പര്യമുണ്ട് എന്ന മട്ടിലൊക്കെ. പക്ഷേ തനിക്കെതിരായിട്ടുള്ള പരാതി പോലീസിന് മുമ്പിലെത്തി, പോലീസ് തള്ളി, കോടതിയിൽ പോലും എത്തിയിട്ടില്ല എന്ന വാദം അദ്ദേഹം ഉയർത്തുകയാണ്. എന്തു പറയുന്നു താങ്കൾ? താങ്കൾ പത്രസമ്മേളനം കണ്ടല്ലോ. താങ്കൾ ദീർഘകാലമായി മാധ്യമ പ്രവർത്തന രംഗത്തുള്ള ഒരാളാണ്. സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ ഒരു ലൈംഗിക പീഡന പരാതി ഉയർന്നു കഴിഞ്ഞാൽ പോലീസ് FIR ഇട്ട് പ്രതിയെ അറസ്റ്റ് ചെയ്യുമെന്നുള്ളത് സ്വാഭാവികമാണ്. അതിലത് അന്വേഷിച്ച് അയാളെ അതിൽ നിന്ന് കുറ്റവിമുക്തനാക്കുക അങ്ങനെയൊന്നുമല്ല നാട്ടിലെ നടപടിക്രമം. ഇപ്പോ കൃഷ്ണകുമാറിന്റെ പത്രസമ്മേളനത്തിൽ കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം ആദ്യം പറഞ്ഞു, ഇതെല്ലാം കോടതി അന്വേഷിച്ച് എന്നെ കുറ്റവിമുക്തനാക്കിയാന്ന് പറഞ്ഞു. മീഡിയ വണ്ണിന്റെ പ്രതിനിധി രണ്ടാമത് ചോദിച്ചപ്പോ അങ്ങനെ ഒരു വാക്ക് പോലും കോടതിയുടെ വിധിപ്പകർപ്പില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ എന്താ അദ്ദേഹം പറഞ്ഞു, അല്ല പോലീസ് FIR ഒഴിവാക്കിയെന്ന് പറഞ്ഞു. അതിൽ ഏതാണെന്ന് അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നത്. പോലീസ് FIR ഏതെങ്കിലും ഒരു കാര്യത്തിന് ഒഴിവാക്കി എന്നത് ഈ നാട്ടിൽ ഒരു കുറ്റവാളിക്ക് രക്ഷപ്പെടാനുള്ള ഒരു ന്യായീകരണമാണോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് സ്വാഭാവികമായിട്ടും വീണ്ടും പരാതി പറയാൻ അർഹതയുണ്ടല്ലോ. ഈ നാട്ടിലെ പോലീസ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വേണ്ടി എന്തൊക്കെ ആക്രമണത്തിന് കൂട്ടുനിൽക്കുന്നു. ഇവിടെ പോലീസിന് നൽകിയ പരാതിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ കൃഷ്ണകുമാർ പോലീസിന് പരാതി നൽകിയോ ഇല്ലെന്ന് എനിക്കറിയില്ല. പോലീസിന് നൽകിയ പരാതിയിൽ കൃഷ്ണകുമാർ വാദിക്കുന്നത് പോലെയാണെങ്കിൽ പോലും ആ വാദത്തിന് നിലനിൽപ്പില്ല, സാധൂകരണമില്ലാത്ത. അപ്പൊ കൃഷ്ണകുമാറിന്റെ വാദം കോൺട്രഡിക്ടറിയാണ്, വളരെ വൈരുദ്ധ്യമായിട്ടുള്ള വാദമാണ്. മീഡിയ വൺ തന്നെ പൊളിച്ചിരിക്കുന്നു. പാലക്കാട്ടെ മീഡിയ വൺ പ്രതിനിധിക്ക് എന്റെ വലിയൊരു സല്യൂട്ട് കൊടുക്കുകയാണ്. കാരണം കൃത്യമായിട്ട് അദ്ദേഹം ചോദ്യം അവിടെ ഉന്നയിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഇവിടെ ഈ കാര്യങ്ങളിൽ അങ്ങേയറ്റ പരിഭ്രാന്തനായിട്ടാണല്ലോ അദ്ദേഹം വന്നിട്ടുള്ളത്. ഇപ്പൊ എങ്ങനെയാണ് എനിക്കിതിൽ കൂടാൻ കഴിയുന്നത്? അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ കുടുംബത്തിനുള്ളിൽ ഇത്തരം ഒരു കാര്യം നടത്തിയിട്ടുള്ള ആൾ പൊതുസമൂഹത്തിൽ എങ്ങനെയാവും പ്രവർത്തിച്ചിട്ടുണ്ടാവുക? ഇവിടെ ഞാൻ പറയുന്നു, ശോഭാ സുരേന്ദ്രൻ, അവര് സ്ത്രീകൾക്ക് വേണ്ടി പോരാടുന്ന കേരളത്തിലെ പ്രമുഖയായിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ്. എനിക്ക് അവരെ ബഹുമാനമുണ്ട്. പക്ഷേ അവർക്ക് ഈ വിഷയം കൃത്യമായിട്ട് അറിയാം. അവർ ഈ കുട്ടിയുമായി സംസാരിച്ചിട്ടുള്ളതാണ്. അവർ ഈ വിഷയത്തിൽ സത്യം തുറന്നു പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവർ പാർട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടി നുണ പറയുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ സത്യം തുറന്നു പറയാൻ പ്രിയപ്പെട്ട ശോഭ ചേച്ചി തയ്യാറാകണമെന്ന് മീഡിയ വണ്ണിലൂടെ ഞാൻ അവരോട് അഭ്യർത്ഥിക്കുകയാണ്. ഒന്ന്. രണ്ട്, ഗോപാലൻകുട്ടി മാസ്റ്റർ വളരെ സീനിയർ ആയിട്ടുള്ള RS നേതാവാണ്. അദ്ദേഹത്തിന് മുന്നിൽ കുട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവരെ കാര്യാലയത്തിൽ പറഞ്ഞപ്പോ മകളെ ഈ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു തരാമെന്ന് അവരെ ആശ്വസിപ്പിച്ചു വിട്ടയാളാണ്. അപ്പോ അദ്ദേഹം നുണ പറയുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തോട് നിങ്ങൾ ചോദിക്കണം. മറ്റൊന്ന്, ഡൊമസ്റ്റിക് വയലൻസ്. ഇപ്പൊ ഈ കോടതിയുടെ പരിഗണനയിൽ വന്ന കേസ് അതാണല്ലോ. ഈ പെൺകുട്ടി ക്രൂരമായ ആക്രമണത്തിൽ, ശാരീരിക മർദ്ദനത്തിൽ പരിക്കേറ്റ് കിടന്നപ്പോ 1 ലക്ഷത്തിലധികം രൂപ സ്വന്തം പോക്കറ്റിൽ നിന്ന് നൽകി ഈ ഇരയെ ചികിത്സയ്ക്ക് സഹായിച്ച വ്യക്തിയുടെ പേര് സുരേഷ് ഗോപി എന്നാണ്. ഞാൻ പറഞ്ഞ 3 വ്യക്തികൾ. ഇനി BJPയുടെ പഴയ സംഘടനാ സെക്രട്ടറി സുഭാഷ്, എനിക്ക് പിറക്കാതെ പോയ കൂടപ്പിറപ്പാണെന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് അവരെ ആശ്വസിപ്പിച്ചയാളാണ്. നീതി കൊടുക്കുമെന്ന് ഉറപ്പ് നൽകിയതാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ സംഘടന അവർക്ക് നീതി കൊടുത്തില്ല. ഇപ്പൊ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് സ്വാഭാവികമല്ലേ? ഈ സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വാചകം അടിച്ചുകൊണ്ട് പാലക്കാട്ട് ഇങ്ങനെ തന്നെ ആക്രമിച്ച ഒരാൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇരയായിട്ടുള്ള അതിജീവിതയായിട്ടുള്ള പെൺകുട്ടിക്ക് പ്രതിഷേധം ഉണ്ടാവില്ലേ? അവർ പരാതി കൊടുത്തു. അതിലെന്താ തെറ്റുള്ളത്? അതിലെന്താ പെശകുള്ളത്? ഇവിടെ ഒരു നിമിഷം പോലും വൈകാതെ കൃഷ്ണകുമാറിനെതിരായ നടപടി രാജീവ് ചന്ദ്രശേഖർ സ്വീകരിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം ഇതല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന്റെ ഇത് ഇനിയും കൃഷ്ണകുമാറിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ രാജീവ് ചന്ദ്രശേഖരന്റെ ക്രെഡിബിലിറ്റിയും ചോദ്യം ചെയ്യപ്പെടും. അല്ല, ഇതിനകത്ത് സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞ താങ്കളെ, സുരേഷ് ഗോപി ഈ പരാതിയുടെ ഡീറ്റെയിൽസ് മുഴുവൻ അറിയാവുന്ന ആളും ഒരു ഘട്ടത്തിൽ അവർക്ക് കയ്യിൽ നിന്ന് പണം കൊടുത്തവരെ സഹായിച്ച ആളുമാണെന്നാണ്. തീർച്ചയായിട്ടും സുരേഷ് ഗോപിക്ക് കുട്ടിയെ അറിയാം. അദ്ദേഹം ചികിത്സയ്ക്ക് സഹായം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് ആളുകളെ സഹായിക്കുന്നയാളാണ്. അദ്ദേഹം 1 ലക്ഷത്തിലധികം രൂപ ഈ കുട്ടിയുടെ ചികിത്സാ സഹായത്തിന് നൽകിയിട്ടുണ്ട്. ഓക്കെ സന്ദീപ്, ഒരു കാര്യമുള്ളത്, ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ VD സതീശനുമായ ഒരു സഹകരണ മനോഭാവത്തിൽ പോവുകയാണ് രാജീവ് ചന്ദ്രശേഖർ. ഈ പരാതി അദ്ദേഹമാണ് ഇപ്പോൾ ഫോഴ്സ് ചെയ്ത് വാങ്ങിച്ചിട്ടുള്ളത്. നടപടിയെടുക്കുക എന്ന ഉദ്ദേശം അദ്ദേഹത്തിനുണ്ടെന്നാണ്. എന്ന് വെച്ചാൽ ഇതൊരു ഗ്രൂപ്പ് യുദ്ധത്തിന്റെ ഭാഗമാണ് എന്ന് ഇപ്പോൾ തന്നെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുക വഴി നടപടിയെടുക്കാതിരിക്കാനുള്ള സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ടോ ഈ ശ്രീ കൃഷ്ണകുമാറും അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ആളുകളും? നമുക്ക് ഈ വിഷയത്തിൽ എങ്ങനെ ഇനി നടപടിയെടുക്കാതിരിക്കാനാകും? കാരണം കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ ഇത്തരം വിഷയങ്ങളിൽ നോക്കൂ, ഈ ദീർഘകാലമായിട്ടൊരു നേതാവിനെ സംരക്ഷിക്കുന്ന നിലപാട് ഒരു പാർട്ടി സ്വീകരിക്കുമ്പോൾ ആ പാർട്ടിയുടെ ക്രെഡിബിലിറ്റിയാണ് ഇപ്പോ ചോദ്യം ചെയ്യപ്പെടുന്നത്. അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്വാഭാവികമായിട്ടും ഡിജിറ്റലായിട്ട് കിട്ടിയിട്ടുള്ള ഒരു പരാതിയാണ്. ഈ കുട്ടി ഒരു പക്ഷേ അന്നത്തെ കാലത്ത് ഇമെയിൽ വഴിക്ക് പരാതി കൊടുത്തിരുന്നെങ്കിൽ അതിനൊക്കെ കുറച്ചുകൂടി തെളിവുകൾ ഉണ്ടാവും. ഇത് ഓറലായി പോയി പറഞ്ഞ പരാതിയും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ കുട്ടി ആ സംഘടനയെ വിശ്വസിച്ചു പോയി. അതായിരിക്കും ആ കുട്ടി ചെയ്ത തെറ്റെന്ന് പറയുന്നത്. ആ കുട്ടി ആ സംഘടനയെ വിശ്വസിച്ചു. ആ സംഘടനയുടെ ഉയർന്ന ശീർഷ നേതൃത്വം അവര് നല്ല ഉന്നതമായ മൂല്യങ്ങൾ പുലർത്തുന്നവരാണെന്ന് ധരിച്ച് അവരുടെയൊക്കെ വാക്കുകൾ, അവരുടെയൊക്കെ ആശ്വാസത്തിൽ
സ്വാഭാവികമായിട്ടും ആ കുട്ടി അങ്ങനെ പ്രതീക്ഷിച്ചിരുന്ന കുട്ടിയാണ്. പക്ഷെ ഇപ്പോ സ്ത്രീ സംരക്ഷക വേഷം കെട്ടി പാലക്കാട് പ്രകടനം നടത്തുന്ന തന്നെ ആക്രമിച്ച ആളെ കാണുന്ന സമയത്ത് അവർക്ക് സ്വാഭാവികമായിട്ടും ട്രിഗർ ചെയ്യില്ലേ, അവർക്ക് പ്രതിഷേധം ഉണ്ടാവില്ലേ?